CA ഫൗണ്ടേഷൻ എക്സാമിന് ഇക്കണോമിക്സ് അതുപോലെ മാത്സ് ഇതിന് ഒരുപാട് MCQs ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇത് MCQ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസിയോളിയുടെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുത്തിട്ട് അതിൽ പ്ലേ സ്റ്റോർ എടുക്കുക. എന്നിട്ട് അതിൽ പാസിയോളി എന്ന് സെർച്ച് ചെയ്യുക. പാസിയോളി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പാസിയോളി എന്ന് പറഞ്ഞ ആപ്പ് കാണാൻ പറ്റും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാം. ഇത് ആൻഡ്രോയിഡ് ഫോണുകളിലേ വർക്ക് ചെയ്യുള്ളൂ, iOSൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ iOS യൂസ് ചെയ്യുന്ന ആളുകൾ ആൻഡ്രോയിഡ് ഫോണ് സംഘടിപ്പിച്ചിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അത് ആപ്പ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ ലോഗിൻ കൊടുക്കുക. അപ്പോൾ മുൻപ് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതല്ല ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് നിങ്ങളുടെ പേര് കൊടുക്കുക. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ നിങ്ങൾ CA ഫൗണ്ടേഷൻ്റെ ഏത് ലെവലാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ OTP വരും. വന്ന OTP റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്ക് പോകും. അതിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്പ് ഓണായി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ CA ഫൗണ്ടേഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പ്രാക്ടീസ് കൊടുക്കാം. അതിൽ നമുക്ക് 2 സബ്ജക്റ്റാണല്ലോ ഉള്ളത്, MCQs, QTയും അതുപോലെ ഇക്കണോമിക്സും. അതിലേതാ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ്, ആ സബ്ജക്റ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കാണും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റർ ഓപ്പൺ ആക്കുക. അതിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. എന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഏതാണ് ആൻസർ എന്ന് വെച്ചാൽ ജസ്റ്റ് ആൻസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മാത്സ് പ്രോബ്ലം പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. സെപ്പറേറ്റ് ഒരു ഷീറ്റിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. പിന്നെ അതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പാസ് ഓർ ഫെയിൽ എന്നുള്ളതും അതുപോലെ നിങ്ങളുടെ മാർക്കും ഇവിടെ കാണിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇക്കണോമിക്സ് അതുപോലെ മാത്സ് എല്ലാം നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ പഠനം കഴിയുമ്പോഴും ഇതിലൂടെ ഈ ആപ്പിലൂടെ മാക്സിമം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും.